Hello guys, welcome back to the channel Civil Engineering Updated. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം വരെ വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ പ്ലീസ് കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. സോ നമുക്ക് തുടങ്ങാം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ റോ വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അത് ബേസിക്കായിട്ട് നമ്മൾ ഇപ്പോൾ റഫ് ഐഡിയ എടുക്കുകയാണെങ്കിൽ സോഴ്സ് ടു ദ കൺസ്യൂമർ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള പാത്തിനെയാണ് നമ്മൾ റോ വാട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് വാട്ടർ ഒരു കമ്മ്യൂണിറ്റിയിൽ ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ ഡിമാൻഡാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ വാട്ടർ എത്രയാണ് ആവശ്യമുള്ളത് ഒരു കമ്മ്യൂണിറ്റിയിൽ, സോ അതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ സോഴ്സ് ഓഫ് വാട്ടർ. നമുക്ക് വാട്ടർ ഡിമാൻഡ് മനസ്സിലായി, അപ്പോൾ അടുത്ത് നമുക്ക് അതിൻ്റെ വാട്ടറിനെ എവിടെ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതാണ് സോഴ്സ്. അപ്പോൾ സോഴ്സ് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ സോഴ്സ് എന്ന് പറയുമ്പോൾ സബ് സർഫസ് സോഴ്സ്, സർഫസ് സോഴ്സ്, ഡാംസ് അല്ലെങ്കിൽ റിസർവോയർ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിൻ, ഇതെല്ലാം സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇമേജിൽ കാണുന്നത് സർഫസ് സോഴ്സ് ആണ്. സബ് സർഫസ് സോഴ്സ് നമുക്ക് അറിയാം, കോമൺലി നമ്മൾക്ക് പരിചയമുള്ള അത് സബ് സർഫസ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ റെയിൻ, അതെല്ലാം ഒരു സോഴ്സാണ്. ഓക്കെ, സോ നെക്സ്റ്റ് അത് പൈപ്പ് ക്യാരി ചെയ്ത് ഇൻടേക്ക് സ്ട്രക്ചർ ത്രൂ നമുക്ക് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലാണ് ഇത് പോകുന്നത്. ഇത് ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത് ഫുൾ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ജനറലായിട്ട് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സോഴ്സ്, ദെൻ ടു ഇൻടേക്ക് സ്ട്രക്ചറിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്, ദെൻ ടു റിസർവോയർ അല്ലെങ്കിൽ സ്റ്റോറേജ്. ഓക്കെ, പിന്നെ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമുക്കറിയാം നെറ്റ്വർക്ക്സ് ഓഫ് പൈപ്പ് ലൈൻസ്, അതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് ജനറൽ റഫ് ഐഡിയ ഓഫ് അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഓഫ് റോ വാട്ടർ എഞ്ചിനീയറിംഗ്. സോ നമുക്കിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മനസ്സിലായി. ഫസ്റ്റ് വാട്ടർ ഡിമാൻഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. സെക്കൻഡ് സോഴ്സ് ഓഫ് വാട്ടർ എവിടുന്ന് വാട്ടർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. തേർഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ നമ്മൾ ഈ സോഴ്സിന് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വളരെ നന്നായിരിക്കണം. സോ അത് നമ്മൾ മോസ്റ്റ് കൺസേൺ ആണ്. ഫോർത്ത് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഇൻടേക്ക് സ്ട്രക്ചർ, എടുത്ത് കാണുന്ന പോലെ ഇൻടേക്ക് സ്ട്രക്ചർ. പിന്നെ ഫിഫ്ത്ത് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്, ഇത് കാണുന്നത് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്. പിന്നെ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ സർവീസ് റിസർവോയർ. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ഈ പൈപ്പ് ക്യാരിയിങ് വാട്ടർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫൈനൽ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നെറ്റ്വർക്ക്സ് ഓഫ് പൈപ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമുക്ക് അതുവഴിയാണ് നമുക്ക് വാട്ടർ നമുക്ക് കിട്ടുന്നത് വീടുകളിൽ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് റഫ് ഐഡിയ കിട്ടി. ഇപ്പോൾ നമുക്ക് നോക്കാം റോ വാട്ടർ എന്താണെന്ന് വെച്ചാൽ. റോ വാട്ടർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സാമ്പിൾ ദാറ്റ് ഈസ് നോട്ട് ബീങ് സബ്ജക്റ്റഡ് ടു എനി ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ്. ഏതെങ്കിലും ഒരു വാട്ടറിൻ്റെ സാമ്പിൾ അത് നമ്മൾ സോഴ്സിൽ നിന്ന് കൺസ്യൂം ചെയ്ത് ദാറ്റ് ഈസ് നോട്ട് ബീങ് സബ്ജക്റ്റഡ് ടു ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ഒരു ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റും കൂടാതെ ഇരിക്കുന്ന ഒരു സാമ്പിളിനെയാണ് നമ്മൾ റോ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് റോ വാട്ടർ സ്കീം. സോ അതിനിപ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കൺസിഡറേഷൻ ചെയ്യണം, അതാണ് നെക്സ്റ്റ് പോയിന്റ്. സോ ഡിസൈൻ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ, ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ആനുവൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡാണ്. ഓക്കെ, ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ഇൻ എനി കമ്മ്യൂണിറ്റി ഇൻ എ ഇയർ, അതിനെയാണ് നമ്മൾ ആനുവൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഒരു ഇയറിൽ എത്ര വാട്ടറിനാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ആവശ്യം, അതിനെയാണ് നമ്മൾ ആനുവൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വേരിയസ് വാട്ടർ ഡിമാൻഡ്. അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിൽ എത്ര വാട്ടർ ആവശ്യമുണ്ട് ഇയർ ബേസിൽ, അതാണ് ആനുവൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ്. അത് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ബേസിലാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡേ ആക്ടിവിറ്റി വാട്ടർ എത്ര കൺസ്യൂം ആവുമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അത് 360 ഡേയ്സ് വരെ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ വി എന്ന പാരാമീറ്ററിൽ റിപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ആനുവൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ. ഓക്കെ, ആനുവൽ ആവറേജ് ഡ്രാഫ്റ്റ് നമുക്ക് പേര് തന്നെ അറിയാൻ പറ്റും, ആനുവൽ ആവറേജ് ആണ്. സോ നമ്മൾ നേരത്തെ കണ്ടത് ആനുവൽ ആയിരുന്നു, ഇത് ആനുവൽ ആവറേജ് എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ആണ് ഒരു ഇയറിലുള്ളത്. സോ ആനുവൽ ആവറേജ് എന്ന് പറയുമ്പോൾ V/365. ഓക്കെ, സോ അതാണ് ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ. ഓക്കെ, സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാറ്റൽ ആനുവൽ ഡിമാൻഡ് അല്ലെങ്കിൽ ആനുവൽ ഡ്രാഫ്റ്റ്.
നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആനുവൽ ആവറേജ് റേറ്റ് ഓഫ് ഡ്രാഫ്റ്റ് ഇൻ ലിറ്റേഴ്സ് പെർ ഡേ. പിന്നെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസം ഒരു ആൾക്ക് ഒരു ഇൻഡിവിജ്വലിന് എത്രയാണ് വാട്ടർ റിക്വയർഡ് അതിനെയാണ് നമ്മൾ പറയുന്നത് ആനുവൽ ആവറേജ് പെർ ക്യാപിറ്റ ഡെയിലി ഡിമാൻഡ്. ഒരു ഇൻഡിവിജ്വലിന് വാട്ടർ എത്ര ആവശ്യമുണ്ട് പെർ ഡേ അതിനെയാണ് നമ്മൾ പറയുന്നത് ആനുവൽ ആവറേജ് പെർ ക്യാപിറ്റ ഡെയിലി ഡിമാൻഡ്. ഓക്കെ, അത് ബേസ്ഡാണ് നമ്മുടെ വാട്ടർ ഡിമാൻഡ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. സോ 3 പാരാമീറ്റർ ഉണ്ട്: ആനുവൽ ഡ്രാഫ്റ്റ്, ആനുവൽ ആവറേജ് ഡിമാൻഡ്, അല്ലെങ്കിൽ അടുത്തത് പെർ ക്യാപിറ്റ ഡിമാൻഡ്, അല്ലെങ്കിൽ ആനുവൽ ആവറേജ് പെർ ക്യാപിറ്റ ഡെയിലി ഡിമാൻഡ്. സോ ഓക്കെ, സോ നമുക്ക് ബേസിക് ഐഡിയ കിട്ടി വാട്ടർ ഡിമാൻഡിൻ്റെ. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് വെച്ചാൽ വാട്ടർ ഡിമാൻഡാണ്. അതിൻ്റെ 3 പാരാമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. സോ അടുത്ത നമുക്ക് നോക്കാം ഈ ആനുവൽ പെർ ക്യാപിറ്റ ആവറേജ് ഡിമാൻഡ്. ടോട്ടൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ടോട്ടൽ വാട്ടർ ഡിമാൻഡ് ഇൻ എനി കമ്മ്യൂണിറ്റി കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് വാട്ടർ ഡിമാൻഡാണ് കാണുന്നത്. സോ അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ്, തേർഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ്, ഫോർത്ത് ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസസ്, ഫിഫ്ത്ത് ഫയർ ഡിമാൻഡ്, സിക്സ്ത് വാട്ടർ റിക്വയർഡ് ടു കമ്പൻസേറ്റ് ലോസസ് ഇൻ വേസ്റ്റ് ആൻഡ് തെഫ്റ്റ്. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ഡിമാൻഡ്. ഓക്കെ, സോ നമുക്ക് ഇനിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഡ്രിങ്കിങ്, ബാത്തിങ്, കുക്കിംഗ്, വാഷിംഗ് എക്സെട്ര. ഓക്കെ, സോ വാട്ടർ ഇങ്ങനെയാണ് കൺസ്യൂം ആവുന്നത് ഡൊമസ്റ്റിക് യൂസിൽ നോക്കുകയാണെങ്കിൽ. ഇത് ഇൻഡിവിജ്വൽ ബേസ് ആണ്. ഓക്കെ, സോ അത് ഡിപ്പെൻഡ് ചെയ്യും സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസിനെ, ഹാബിറ്റ്സിനെ, ക്ലൈമാറ്റിക് കണ്ടീഷൻ ആൻഡ് കസ്റ്റംസ് ഓഫ് പീപ്പിൾ. ഇത് എല്ലാം പീപ്പിളിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ നമ്മൾ കോഡുണ്ട്. IS 1172/1963. കോഡ് പറയുന്നത് ഡൊമസ്റ്റിക് വാട്ടർ കൺസംഷൻ ഓഫ് വാട്ടർ ഇൻ ഇന്ത്യ ഈസ് അബൌട്ട് 135 liters per capita per day. അങ്ങനെയാണ് കോഡ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ ഡൊമസ്റ്റിക് നീഡ് ഫുൾഫിൽ ചെയ്യാൻ എത്ര വാട്ടർ ആണ് ഇൻഡിവിജ്വലിന് ആവശ്യം അതിനെയാണ് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. അതിൻ്റെ റേഞ്ചാണ് 135 liters per capita per day. ഇതിൻ്റെ ബാക്കപ്പാണ് ഈ മെയിലിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്കറിയാം, നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും LIG, ലോ ഇൻകം ഗ്രൂപ്പ്. അത് നമുക്കിപ്പോൾ എക്സാംസിൽ ചോദിക്കുകയാണെങ്കിൽ LIGന് എത്രയാണ് വാട്ടർ കൺസംഷൻ ഡൊമസ്റ്റിക് ബേസിൽ, അത് 135 liters per capita per day ആണ് ലോ ഇൻകം ഗ്രൂപ്പിന്. ഓക്കെ, അതിൻ്റെ ബ്രേക്കപ്പാണ് ഇത് ഫുള്ള്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് ആവറേജ് ഡൊമസ്റ്റിക് വാട്ടർ കൺസംഷൻ ഇൻ ഇന്ത്യ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റമാണ് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്. ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ വാട്ടർ നമ്മൾ സീവറേജിനെ ഓൺലി വാട്ടർ യൂസ് ചെയ്ത് ഡിസ്പോസ് ചെയ്യണം സീവറേജിനെ. അതിനാണ് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഓൺലി വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ സീവറേജിനെ ഡിസ്പോസ് ചെയ്യുന്നതിനെ നമ്മൾ ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും വേറെ ടൈപ്പ് എന്താണ്? അപ്പോൾ വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സീവറേജ് ടൈപ്പാണ്. ഡ്രൈ സീവറേജ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എയ്റോപ്ലെയിനിൽ വാക്യൂം യൂസ് ചെയ്താണ് സീവേജിനെ ഡിസ്പോസ് ചെയ്യുന്നത്. സോ അതാണ് ഡ്രൈ ടൈപ്പ്. സോ 2 ടൈപ്പ് ഉണ്ട്, ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആൻഡ് ഡ്രൈ ടൈപ്പ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവറേജ് ഡൊമസ്റ്റിക് വാട്ടർ കൺസംഷൻ ഫോർ ഇന്ത്യൻ ടൗൺസ് ഓർ സിറ്റീസ് വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം അത് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 200 liters per capita per day. അതാണ് ആവറേജ് ഡൊമസ്റ്റിക് ഡിമാൻഡ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസിലും ഓൾമോസ്റ്റ് നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ആവറേജ് വാട്ടർ കൺസംഷൻ ഡൊമസ്റ്റിക്കിൽ എത്രയാണ്. അത് 200 liters per capita per day ആണ്. സോ ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. അത് ഒരു ഇൻഡിവിജ്വലിന് എത്രയാണ് വാട്ടർ കൺസ്യൂം ആവുന്നത് പെർ ഡേ, അതാണ് ഫോർ ഹിസ് ബേസിക് നീഡ്സ്, അതാണ് ഡൊമസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാം ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇപ്പോൾ ഇൻഡസ്ട്രീസ് വാട്ടറിനെ എത്ര കൺസ്യൂം ചെയ്യും അത് ഡിപ്പെൻഡ് ചെയ്യും. അത് എത്രയാണ് ഇൻഡസ്ട്രി കൺസ്യൂം ചെയ്യുന്നത് വാട്ടറിനെ, അതിനാണ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. സോ നമുക്കറിയാം ക്ലോത്ത് മിൽസ്, കോട്ടൺ മിൽസ്, ഷുഗർ റിഫൈനറീസ് ഇതെല്ലാം ഇൻഡസ്ട്രീസാണ്. സോ ഇതിൽ വളരെ അധികമായ ക്വാണ്ടിറ്റിയിൽ വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. സോ ഇത് കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. ഓക്കെ, സോ അതാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്.
സോ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 20-25% ഓഫ് ടോട്ടൽ ഡിമാൻഡ് ഓഫ് വാട്ടർ. അതാണ് വാട്ടർ ഡിമാൻഡിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എത്രയാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 20-20% ഓർ 25% ഓഫ് ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ സിറ്റി. അതാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ വാല്യൂ ഇൻഡസ്ട്രിയലിൻ്റെ വേണമെങ്കിൽ അതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ 50-450 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഇതാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡിൻ്റെ. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൺസംഷൻ, അപ്പോൾ 50-450 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഇതാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. ഓക്കെ. സോ ഡൊമസ്റ്റിക് ഡിമാൻഡ് നോക്കി, നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് നോക്കി. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിക്ക് എത്ര വാട്ടറാണ് കൺസംഷൻ, വാട്ടറാണ് ആവശ്യം, അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ. സോ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് മോസ്റ്റ് എഫക്റ്റിംഗ് പാരാമീറ്റർ എന്നും പറയും ഇൻഡസ്ട്രി. ബിക്കോസ് ഇതിൻ്റെ വേരിയേഷൻസ് ഇപ്പോൾ സിറ്റി ടു സിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കും ഇൻഡസ്ട്രി. സോ ഇത് മോസ്റ്റ് എഫക്റ്റിംഗ് പാരാമീറ്റർ ഫ്രം ഓൾ ദ ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ. സോ അതാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. അടുത്ത എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ നമുക്കറിയാം യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഓഫീസ് ബിൽഡിംഗ്, വെയർഹൗസ്, സ്റ്റോർസ്, ഹോട്ടൽസ്, ഷോപ്പിംഗ്, ഇതെല്ലാം സ്കൂൾസ്, ടെമ്പിൾസ്, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡിമാൻഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ റേഞ്ച് എത്രയെന്ന് വെച്ചാൽ 20-50 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാട്ടർ ഡിമാൻഡ്. ഓക്കെ. നമുക്ക് ഈ റേഞ്ചാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാത്തിൻ്റെയും റേഞ്ച് ചോദിക്കാറുണ്ട്. സോ ആ റേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ എത്രയാണെന്ന് വെച്ചാൽ 20-50 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡിമാൻഡ്. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ്. ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ് എന്ന് പറയുമ്പോൾ പബ്ലിക് യൂസിന് എത്ര വാട്ടറാണ് കൺസ്യൂം ആവുന്നത്. അപ്പോൾ പബ്ലിക് യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് വരും? വാഷിംഗ് ഓഫ് റോഡ്സ്, അല്ലെങ്കിൽ സ്പ്രിങ്ക്ലിംഗ് ഓൺ റോഡ്സ്, ക്ലീനിങ് ഓഫ് സീവേഴ്സ്, വാട്ടറിങ് ഓഫ് പബ്ലിക് പാർക്സ്, ഗാർഡനിങ്, പബ്ലിക് ഫൗണ്ടേഷൻ, ഇതെല്ലാം പബ്ലിക് യൂസ്, ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസിലാണ് കവർ ആവുന്നത്. സോ അതിലെ വാട്ടർ കൺസംഷൻ എന്ന് പറയുമ്പോൾ 5-6% ഓഫ് ടോട്ടൽ ഡിമാൻഡാണ് വാട്ടർ കൺസംഷൻ. സോ ഫുൾ ഡിമാൻഡിൽ നിന്ന് 5-6% ഡിമാൻഡ് പോകുന്നത് ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസിലാണ് കൺസ്യൂം ആവുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ ലിറ്റേഴ്സ് പെർ ഡേ പെർ ക്യാപിറ്റ പെർ ഡേ എന്ന് ചോദിക്കുമ്പോൾ 10-20 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ് ഇതിൻ്റെ കൺസംഷൻ. ആവറേജ് നോക്കുകയാണെങ്കിൽ 10-20 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഓക്കെ. അതാണ് ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ്. അടുത്ത് നമുക്ക് നോക്കാം ലോസസ് ആൻഡ് വേസ്റ്റ്. ലോസസ് ആൻഡ് വേസ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ലോസസ് മെയിൻലി ഉണ്ടാകുന്നത് ഡിഫക്റ്റീവ് പൈപ്പ് ജോയിൻറ്റ്സ്, ക്രാക്സ്, ബ്രോക്കൺ പൈപ്സ്, ഫോൾട്ടി വാൾസ് ആൻഡ് ഫിറ്റിംഗ്, ഇതെല്ലാം ലോസസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് കാരണം നമുക്ക് വാട്ടർ ലോസ് ആവും. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇല്ലീഗൽ കണക്ഷനിലും നമ്മൾ ലോസസ് ആയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് വെച്ചാൽ 10-15% ഓഫ് ടോട്ടൽ ഡിമാൻഡാണ് ഇതിൻ്റെ റേഞ്ച്. ബാക്കി എല്ലാത്തിനും നമ്മൾ റേഞ്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 10-15 ലിറ്റേഴ്സ് ഓഫ് ടോട്ടൽ ഡിമാൻഡ്. അതാണ് ലോസസ് ആൻഡ് വേസ്റ്റ്. ഓക്കെ. സോ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും നോക്കി. ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫയർ ഡിമാൻഡാണ്. ഫയർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തീ പിടിക്കുകയാണെങ്കിൽ, ബ്രേക്ക് ആവുകയാണെങ്കിൽ, ഫയർ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ നമുക്ക് വാട്ടർ എത്ര ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ഫയർ ഡിമാൻഡ് എന്ന് പറയുന്നത്. കോഡൽ വാല്യൂ എന്ന് പറയുമ്പോൾ 1 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അങ്ങനെയാണ് കോഡൽ വാല്യൂ. സോ ഫയർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വാട്ടർ എത്രയാണോ ആവശ്യം തീ അണയ്ക്കാൻ, അതിനെയാണ് നമ്മൾ ഫയർ ഡിമാൻഡ് എന്ന് പറയുന്നത്. കോഡൽ വാല്യൂയിൽ 1 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ കുറേ മെത്തേഡ്സ് ഉണ്ട്, കുറേ ഫോർമുലാസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഫോർമുലാസ് ഡിഫറെൻറ്റ് സിറ്റീസിന്. സോ അത് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ബസ്റ്റൺ ഫോർമുല 566(3)√P. ഓക്കെ. ഫ്രീമാൻസ് ഫോർമുല 1136P/5 + 10. നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല അതിൽ 4637(√P) 1 - 0.01(√P). ഇതിൽ പി എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ഇതിൻ്റെ ഇപ്പോൾ രണ്ടിൻ്റെ ഞാൻ പറഞ്ഞു, അത് രണ്ടും ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. ഓക്കെ.
പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കുച്ച്ലിങ്സ് ഫോർമുല, ഇത് 3182 √P. പിന്നെ ബസ്സിൻ ഫോർമുല നമ്മൾ നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ്. P എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ. ഇൻ കേസ് ക്വസ്റ്റ്യൻസിൽ തന്നിട്ടില്ല ഏത് ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കേണ്ടിയെന്ന്. സോ ആ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ GOI മാനുവൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 100/√P. ഓക്കെ, 100/√P. P അഗെയിൻ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ്. സോ ഇൻ കേസ് ഫയർ ഡിമാൻഡിൻ്റെ ഒരു ഫോർമുല മെൻഷൻ ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാനുവൽ പ്രകാരം 100/√P ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതായിരുന്നു ഡിഫറെൻറ്റ് ഫോർമുലാസ് ഓഫ് ഫയർ ഡിമാൻഡ്. സോ ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലായി. സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ഡിമാൻഡാണ്. ഡൊമസ്റ്റിക് ഡിമാൻഡ് അപ്രോക്സിമേറ്റ്ലി 50-60% ഓഫ് ടോട്ടൽ വാട്ടർ ഡിമാൻഡാണ് കൺസ്യൂം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പാരാമീറ്റർ ഇൻഡസ്ട്രിയൽ ഡിമാൻഡാണ്. ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് എഫക്റ്റിംഗ് പാരാമീറ്റർ ആണ്. സോ അത് രണ്ടും വളരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് അത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാട്ടർ ഡിമാൻഡ്. ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടറാണ് വാട്ടർ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ജനറലായിട്ട് നമുക്ക് കുറച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സൈസ് ഓഫ് ദ സിറ്റി. ഇപ്പോൾ സിറ്റീൻ്റെ സൈസ് ഭയങ്കര വലുതാണെങ്കിൽ അപ്പോൾ അവിടെ വാട്ടർ ഡിമാൻഡ്, സിറ്റിയുടെ സൈസ് കൂടുതലാണെങ്കിൽ വാട്ടർ ഡിമാൻഡ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ സിറ്റിയുടെ സൈസ് കൂടുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് കൂടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ പൈപ്പ് കൂടുകയാണെങ്കിൽ ജോയിൻറ്റ്സ് കൂടുകയാണെങ്കിൽ ലീക്കേജസ് വളരെ കൂടുതലുണ്ടായിരിക്കും. സോ അത് കാരണം സൈസ് ഓഫ് ദ സിറ്റിയിൽ ഇത് വാട്ടർ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യും. സൈസ് ഓഫ് ദ സിറ്റി വലുതാണെങ്കിൽ ഡിമാൻഡ് കൂടും. അടുത്തത് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പീപ്പിൾ. സോ എല്ലാ ആൾക്കാരുടെ നമുക്കറിയാം ലിവിങ് സ്റ്റാൻഡേർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ അധികം കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ചിലർ കുറച്ച് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ ലിവിങ് സ്റ്റാൻഡേർഡിലും ഡിപ്പെൻഡ് ചെയ്യും. ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുതൽ ലിവിങ് സ്റ്റാൻഡേർഡ് അധികമായ ലിവിങ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സോ വാട്ടർ ഡിമാൻഡ് ഒബ്വിയസ്ലി കൂടും. പിന്നെ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷൻ. ഇവിടെ നമ്മൾ കൺഫ്യൂസ് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മർ ആൻഡ് വിൻ്റർ, ഇതാണ് നമ്മൾ ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി സമ്മർ ആൻഡ് വിൻ്റർ ക്ലൈമറ്റ് അല്ല, അത് സീസൺസ് ആണ്. ഓക്കെ, സോ ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ പോളാർ റീജിയൻ നമുക്കറിയാം വിൻ്ററാണ്. സോ പോളാർ ക്ലൈമറ്റ് ആണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻ. നമ്മുടെ ഇവിടെ ഉള്ളത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. സോ ഇവിടെ ഹോട്ടാണ്. സോ ഇവിടുത്തെ വാട്ടർ ഡിമാൻഡ് ട്രോപ്പിക്കൽ റീജിയനിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇൻ കേസ് ഓഫ് പോളാർ റീജിയനിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ഡിമാൻഡ് കുറവായിരിക്കും. സോ അതാണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. അടുത്തെന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൺസംഷനെയാണ്, വാട്ടർ ഡിമാൻഡിനെ അല്ല. സോ ഞാൻ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഇതിനെ ഡിഫറൻസ് ആയിട്ട് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ചില ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. കൺസംഷൻ എന്തിനെ ബേസാണ്, കൺസംഷൻ എന്ത് ഫാക്ടറിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? സോ ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ്. ഇപ്പോൾ ഇൻ കേസ് ക്വാളിറ്റി ഓഫ് വാട്ടർ നല്ലതാണെങ്കിൽ കൺസംഷൻ കൂടും. അതേപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ നല്ലതല്ലെങ്കിൽ കൺസംഷൻ കുറയും. ഇത് വാട്ടർ ഡിമാൻഡിനെ അല്ല കൺസംഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബട്ട് ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ വാട്ടർ ഡിമാൻഡ് ആൻഡ് കൺസംഷൻ ആർ നിയർലി ഈക്വൽ, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഡിസൈൻ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് വാട്ടർ ഡിമാൻഡ് ഈക്വൽ ആയിരിക്കും. സോ അത് ക്വാളിറ്റി ഓഫ് വാട്ടർ നല്ലതാണെങ്കിൽ കൺസംഷൻ കൂടും, ക്വാളിറ്റി ഓഫ് വാട്ടർ നല്ലതല്ലെങ്കിൽ കൺസംഷൻ കുറയും. അടുത്തെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞിരിക്കും എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനിൽ ഡിപ്പെൻഡ് ചെയ്യും ഈ പാരാമീറ്റർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ പ്രഷർ ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രഷർ ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ അധിക ക്വാണ്ടിറ്റി ആയ വാട്ടർ സപ്ലൈ ചെയ്താൽ ആ സമയത്ത് പ്രഷർ വളരെ അധികമായിരിക്കും. ഓക്കെ, ഇപ്പോൾ നോർമലായിട്ട് ഒരു ഡേയിൽ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുക, അപ്പോൾ അതിൻ്റെ പ്രഷർ വളരെ നോർമലായിരിക്കും. അതല്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ പ്രഷർ വളരെ കൂടുതലായിരിക്കും. സോ അതും കൺസംഷൻ ബേസ് ആണ്, ഡിമാൻഡ് ബേസ് അല്ല. ഓക്കെ, ബട്ട് ഡിസൈൻ പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ കൺസംഷൻ ആൻഡ് വാട്ടർ ഡിമാൻഡ് സെയിം ആണ്. സോ അവിടെ ഇത് കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് സീവറേജ് ആണ്.
ടൈപ്സ് ഓഫ് സിവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈ ടൈപ്പ് സിവറേജ് അല്ലെങ്കിൽ ഫുൾ ഫ്ലഷിംഗ് ടൈപ്പ് സിവറേജ്. രണ്ട് ടൈപ്പ് ഓഫ് സിവറേജ് ആണ്. ഫുൾ ഫ്ലഷിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ മാത്രം യൂസ് ചെയ്ത് സീവറേജിനെ ഡിസ്പോസ് ചെയ്യുക, അതാണ് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം. ഓക്കെ. ഡ്രൈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ യൂസ് ചെയ്യാതെ, ഇൻ കേസ് പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ ഇല്ല, വാക്യൂമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് ഡ്രൈ ടൈപ്പ് സാനിറ്റേഷൻ ആണ്. ഓക്കെ. അടുത്തത് കോസ്റ്റ് ഓഫ് വാട്ടർ. ഇതും വാട്ടർ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഇത് കൺസംഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ദ വാട്ടർ കൂടുതലാണെങ്കിൽ കൺസംഷൻ കുറയും, അതേപോലെ കോസ്റ്റ് ഓഫ് ദ വാട്ടർ കുറവാണെങ്കിൽ കൺസംഷൻ കൂടും. സോ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനായിട്ട് വരും. ഓക്കെ, അതാണ് കോസ്റ്റ് ഓഫ് വാട്ടർ. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് സപ്ലൈ. സിസ്റ്റം ഓഫ് സപ്ലൈ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്. സിസ്റ്റം ഓഫ് സപ്ലൈ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഉണ്ട്, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ ഉണ്ട്. ഇത് നമുക്ക് വിത്ത് എക്സാമ്പിൾ നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഇൻ കേസ് ഒരു കമ്മ്യൂണിറ്റിയിൽ 240 liters പെർ ഡേ ആണ് സപ്ലൈ. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ദിവസത്തിൽ 240 liters ആണ് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ആണെങ്കിൽ 10 liters per hour സപ്ലൈ കൊടുക്കും. സോ ആ കേസസിൽ പ്രഷർ നോർമലായിരിക്കും. ഓക്കെ, ആ പ്രഷർ അത്ര കൊടുത്തില്ല, അപ്പോൾ ലീക്കേജസ് പ്രഷർ അത്ര കൊടുത്തില്ല, അപ്പോൾ നമുക്ക് അത്ര പ്രോബ്ലം വരത്തില്ല. ബട്ട് ഇൻ കേസ് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ ആണ് കൊടുക്കേണ്ടതെങ്കിൽ, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ നമുക്ക് വാട്ടർ കിട്ടാറുള്ളൂ. കണ്ടിന്യൂസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് വാട്ടർ കിട്ടും. ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമേ കിട്ടാറുള്ളൂ. ലൈക്ക് പീക്ക് അവർ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6 PM, ആ സമയത്ത് മാത്രമേ വാട്ടർ സപ്ലൈ കിട്ടാറുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ 240 liters എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ 240 liters നമുക്ക് ഫുൾ സപ്ലൈ ചെയ്യണം. അതിനാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. വാട്ടർ ഡിമാൻഡ് എന്തായാലും 240 ഫുള്ളായിട്ട് കൊടുക്കണം. ഇത് കണ്ടിന്യൂസ് സപ്ലൈയിൽ 10 liters പെർ ഹവർ കൊടുത്ത് നമ്മൾ സപ്ലൈ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ 240 liters പെർ ഡേ കൊടുക്കണമെങ്കിൽ 6 PM ആ ടൈമിൽ മാത്രമേ നമ്മൾ 240 liters പെർ ഹവർ 240 liters ഫുൾ നമ്മൾ 6 PM നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ് പ്രശ്നമാവുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് പ്രഷർ വളരെ കൂടുതലായിരിക്കും. സോ പ്രഷർ കൂടുന്നതിനേക്കാൾ കൂടും. സോ ആ സമയത്ത് ലീക്കേജസ് ചാൻസസ് ഉണ്ടായിരിക്കും. ലോസസിൻ്റെ വളരെ അധികമായ ഇൻഫ്ലുവൻസ് ചെയ്യും ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ. കണ്ടിന്യൂസ് സപ്ലൈയിൽ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല, ബട്ട് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ പ്രഷർ അധികമായതുകൊണ്ട് ലീക്കേജസ് വളരെ അധികമായിരിക്കും. സോ ഇത് പാരാമീറ്റർ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈൻ്റെ, ഇപ്പോൾ ഇൻ കേസ് നമുക്കറിയാം 6 PM ആണ് നമുക്ക് വാട്ടർ കിട്ടുന്നത്. ഓക്കെ, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ. സോ ആ സമയത്ത് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇൻ കേസ് ആ വാട്ടർ യൂസ് ആയില്ലെങ്കിൽ നമ്മൾ ആ വാട്ടറിനെ ഡിസ്പോസ് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ അടുത്ത ഇപ്പോൾ ഇൻ കേസ് നമ്മൾ 6 PM നമ്മൾ ഇന്ന് മൺഡേ ആണ്. സോ മൺഡേ നമ്മൾ 6 PM വാട്ടർ നമ്മൾ യൂസ് ചെയ്തില്ല, എന്നിട്ട് അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ആകുമ്പോൾ വാട്ടർ വരും. അപ്പോൾ നമുക്കറിയാം വാട്ടർ വരുന്ന സമയം 6 PM. സോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ നമ്മൾ ഡിസ്പോസ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയും വേസ്റ്റേജസ് ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയിൽ ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ. ഓക്കെ, സോ ഇനി നമുക്ക് സൈസ് ഓഫ് ദ സിറ്റി നോക്കാം. ബിഗ് സിറ്റി ആണെങ്കിൽ ലൈക്ക് ഡൽഹി ആണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. സ്മോൾ ടൗൺ ലൈക്ക് വിജയവാഡ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 135 liters പെർ ക്യാപിറ്റ പെർ ഡേ. ഓക്കെ, സോ ഡിമാൻഡ് കുറവായിരിക്കും. അതുപോലെ ക്ലൈമറ്റിക് കണ്ടീഷൻ സമ്മർ ആൻഡ് വിൻ്റർ ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ല, ട്രോപ്പിക്കൽ അല്ലെങ്കിൽ പോളാർ, അതാണ് ക്ലൈമറ്റിക് കണ്ടീഷൻ. സോ ട്രോപ്പിക്കലിൽ വളരെ അധികമായിരിക്കും, അതേപോലെ പോളാർ റീജിയൻ ആണെങ്കിൽ കൺസംഷൻ വളരെ കുറവായിരിക്കും. അടുത്തെന്ന് പറയുമ്പോൾ റേറ്റ്. ഇപ്പോൾ റേറ്റ് അധികമാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും, റേറ്റ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ അതാണ് ഡിഫറെൻറ്റ് പാരാമീറ്റർ. അടുത്തത് ക്വാളിറ്റി ഓഫ് വാട്ടർ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് വാട്ടർ നല്ലതാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, ക്വാളിറ്റി ഓഫ് വാട്ടർ ചീത്തതാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. ഓക്കെ, അടുത്തത് ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മുടെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, അതേപോലെ ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും. സോ ഇതായിരുന്നു ഡിഫറെൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് വാട്ടർ ഡിമാൻഡ്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത്.
ഇതുവരെ നമ്മൾ പ്രാക്ടിക്കൽ വാല്യൂ, വാട്ടർ ഡിമാൻഡ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തത്. ബട്ട് ആക്ച്വലി എന്താണ് കൺസിഡർ ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ അതുവരേക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് അലോട്ട്.